ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ക്രമസമാധാന പരിപാലനത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യാത്തൊരു മുഖ്യമന്ത്രിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഗംഭീരമായി ക്രമസമാധാന നില പരിപാലിക്കപ്പെടുന്നത് ഉത്തർപ്രദേശാണ് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും. ഇത് ഞാൻ പറഞ്ഞതല്ല, നരേന്ദ്രമോദി വിവിധ മാധ്യമങ്ങൾ, കേരള മാധ്യമങ്ങൾ തന്നെ കഴിഞ്ഞ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് യോഗി ആദിത്യനാഥ് വിജയിച്ചപ്പോൾ പറഞ്ഞ ഒരു സംഭവമാണ്. അതായത് രണ്ടാമത്തെ ടേമിൽ യോഗി കയറിയപ്പോൾ യോഗിയുടെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ക്രമസമാധാന പരിപാലനം എന്നുള്ളതാണ്. കാരണം അവിടെയുള്ള ജാതി ഗ്രൂപ്പുകൾ, അവിടെയുള്ള ഗുണ്ടാ സംഘങ്ങൾ ഇവയെല്ലാം എൻകൗണ്ടർ ചെയ്യുകയും അടിച്ചൊതുക്കുകയും ചെയ്യുന്നതിൽ യോഗി ആദിത്യനാഥ് വളരെയധികം വിജയിച്ചിട്ടുണ്ട്. പ്രധാനമായും സ്ത്രീകൾക്കുള്ള സുരക്ഷ. തെലുങ്ക് സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു സ്ത്രീകളെ റോഡിലിറങ്ങി നടന്നു കഴിഞ്ഞാൽ, അവരെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഗുണ്ടകൾക്ക് അവരെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്ത് അവരെ വീട്ടിൽ കൊണ്ടാക്കുന്ന സീനൊക്കെ ഉത്തർപ്രദേശിൽ ഉണ്ട് എന്നുള്ളത് ഒരു പച്ചയായിട്ടുള്ളൊരു വസ്തുതയാണ്. പക്ഷേ യോഗി ആദിത്യനാഥ് കയറിയ ശേഷം ഈ ഗുണ്ടകളുടെ എല്ലാം നെഞ്ചത്ത് തുളയിട്ടു എന്നുള്ളതാണ് വേറൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം. ഇപ്പോഴിതാ അങ്ങനൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. എപ്പോഴും യോഗി ആദിത്യനാഥ് മുസ്ലിം വിരുദ്ധനാണ്, അതുകൊണ്ട് മുസ്ലിങ്ങളെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പല ആൾക്കാരും പറയുന്നത്. ഇപ്പോൾ ഒരു റേപ്പിസ്റ്റ്, ആ റേപ്പിസ്റ്റിൻ്റെ പേര് ദീപക് വർമ്മ എന്നാണ്. ഇയാളെ വെടിവെച്ച് കൊന്നിരിക്കുകയാണ് ഉത്തർപ്രദേശ് പോലീസ്. സംഭവം എന്താണെന്നല്ലേ, 3 വയസ്സുള്ള ഒരു കൊച്ചു കുട്ടിയെ ഇയാൾ ലക്നൌവിൽ വെച്ച് റേപ്പ് ചെയ്തു എന്നുള്ളതാണ് ഇയാൾക്കെതിരെ വന്ന ആരോപണം എന്ന് പറയുന്നത്. എന്തായാലും ഇയാൾ ആ കുട്ടിയുടെ ബന്ധുവായിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. ആ കുട്ടിയെ ഇയാൾ തൻ്റെ കൂടെ കിടക്കാൻ എന്ന് പറഞ്ഞ് വിളിച്ച ശേഷം ആ പെൺകുട്ടിയെ, ആ 3 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ ഇയാൾ ശാരീരികമായി റേപ്പ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം ഇയാൾ ഒളിവിൽ പോയി. യോഗി പോലീസ് 20 മണിക്കൂറാണ് ഇയാൾക്കായിട്ടുള്ള തെരച്ചിൽ നടത്തിയത്. അവസാനം കണ്ടുകിട്ടിയപ്പോൾ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. എന്തായാലും യോഗി ആദിത്യനാഥ് പറയുന്നത്, ആദിത്യനാഥിൻ്റെ പോലീസ് പറയുന്നത് ഇയാൾ തങ്ങളെ തിരിച്ചാക്രമിക്കാൻ ശ്രമിച്ചു. ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് വെടിവെച്ച് കൊല്ലേണ്ടി വന്നത് എന്നുള്ളതാണ്. എന്തായാലും 24 മണിക്കൂറിനുള്ളിൽ ഈ കേസ് യോഗി ആദിത്യനാഥ് ക്ലോസ് ചെയ്തു എന്ന് സോഷ്യൽ മീഡിയ ഇപ്പോൾ യോഗി ആദിത്യനാഥിനെ അഭിനന്ദനം കൊണ്ട് മൂടുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.